ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഡെപ്പോസിറ്റ് ബിൽഡിംഗ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു അടുത്ത 6 മാസത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ ഒരു 50,000 അല്ലെങ്കിൽ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് 12 മന്ത്സിൻ്റെ ടൈം ലൈൻ എടുക്കുക. റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ലൈൻ വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചില എക്സ്പെൻസസ് കട്ട് ചെയ്യേണ്ടി വരും. ആഴ്ചയിൽ പോകുന്ന എന്താ പറയുക, ഒരു വീക്കെൻഡ് ഔട്ടിങ്ങോ അല്ലെങ്കിൽ ഒരു ഫോറിൻ വെക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ സാധനങ്ങൾ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്ത് ആ ഒരു ഫണ്ട് ഈ ഡെപ്പോസിറ്റിലോട്ട് മാറ്റി ഈ ഡെപ്പോസിറ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും വേഗം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മാർക്കറ്റിലോട്ട് ഇറങ്ങാം. ഇതേ ഉള്ളൂ. അതായത് നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റില്ല. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത് വളരെ നല്ലൊരു ലൈഫിന് വേണ്ടിയാണ്. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു വീട്, അത് വളരെ സ്വപ്നസുന്ദരമായിട്ടുള്ളൊരു വീട്. അതിനുശേഷം നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അതിപ്പോൾ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ റിയൽ എസ്റ്റേറ്റാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അസറ്റായിട്ട് ഇവിടെ കണക്കാക്കുന്നത്. അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനകത്ത് നമുക്ക് പ്രോഫിറ്റബിളായിട്ട് അത് ചെയ്യണം, അതല്ലെങ്കിൽ ഒരു ജനറേഷണൽ വെൽത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട സ്ട്രാറ്റജിയും കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെയുള്ള രാകേഷാണ്. അദ്ദേഹത്തോട് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഒരു 100 മലയാളി ഫാമിലിയെ വളരെ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കൊല്ലം കൊണ്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കുക, അല്ലെങ്കിൽ ഒരു ഏർലി റിട്ടയർമെൻറ്റിലേക്ക് ചെയ്യുന്നതിന് വേണ്ട മാർഗ്ഗങ്ങളും അതിന് വേണ്ട ഒരു കമ്മ്യൂണിറ്റി ക്രിയേഷനുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാകേഷ്, നമസ്കാരമുണ്ട്. നമസ്കാരം ഗിൽസ്. താങ്ക് യു. സുഖമായിട്ടല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. അപ്പം രാകേഷിനോട് എനിക്ക് വലിയ താല്പര്യം കാണാനായിട്ടുള്ള താല്പര്യം തോന്നേണ്ട കാര്യങ്ങൾ വെച്ചാൽ, രാകേഷ് അങ്ങനെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു 100 ഫാമിലിയെ 100 ഫാമിലി വെച്ച് നല്ല നമ്പറാണ്. അത്ര ആൾക്കാരെ ഒരു സെൽഫ് ഫിനാൻഷ്യലിലേക്ക് അല്ലെങ്കിൽ ഒരു ഏർലി റിട്ടയർമെൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അത് ചെയ്യുന്നത്. അത് വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ രാകേഷ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയുവാണെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ. ബിഫോർ ദാറ്റ് ഗിൽസ്, താങ്ക്സ് ഫോർ ദ വീഡിയോ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയും കണ്ടിട്ട് കുറച്ച് പേര് എന്നെ വിളിച്ചു. അവരൊക്കെ കുറച്ച് പേരെ സഹായിക്കാൻ പറ്റി. അതിൽ വൺ തിങ് ദാറ്റ് ഐ വോണ്ട് ടു ഷെയർ ഈസ് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ ഹൂസ് ലിവിങ് ഇൻ പെർത്ത്. ഹീ റീച്ച്ഡ് ഔട്ട്. ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കാര്യമൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ചില ഫ്രണ്ട്സ് പോലും ഈ വീൽസിൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മൾ റീച്ച് ഔട്ട് ചെയ്തു. ദാറ്റ് വാസ് സംതിങ് ഐ വോണ്ട് ടു ഷെയർ. That's a very good feeling, yeah? Yes, that's a very good feeling. ഞാനിവിടെ മെൽബണിലെ സൗത്ത് ഈസ്റ്റ് ആസ്പെൻഡൽ ഗാർഡനിലാണ് താമസിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് കോർപ്പറേറ്റ് ഫീൽഡിൽ ഒരു പ്രൊക്യൂർമെൻറ്റ് അഡ്വൈസറായിരുന്നു. പല KPMG, NSET പോലുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രൊക്യൂർമെൻറ്റ് അഡ്വൈസറി ഒരു കൺസൾട്ടൻ്റായിട്ടും ഒരു അഡ്വൈസറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടിരുന്ന ആളായിരുന്നു ഞാനിപ്പോൾ കഴിഞ്ഞൊരു 13 മാസം മോർ ദാൻ എ ഇയർ ആയിട്ട് ഒരു കോസ്റ്റ് ലൈൻ അസറ്റ്സ് എന്ന് പറഞ്ഞൊരു ബയേഴ്സ് ഏജൻസി റൺ ചെയ്യുന്നത്. വളരെ ബൊട്ടീക്കായിട്ടുള്ളൊരു ബയേഴ്സ് ഏജൻസിയാണ്. വി ഹെൽപ്പ് പീപ്പിൾ ബൈ റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസ് ടു ഹെൽപ്പ് ബിൽഡ് ദെയർ പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ. വി ആർ എ സ്മോൾ ടീം ഓഫ് 5 members അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം. അതൊക്കെ നാട്ടിൽ മഞ്ചേരി, മലപ്പുറത്താണ് താമസം. അപ്പം അതാണ് നമ്മുടെ ഒരു ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അതെ, കേരളമാണ് നമ്മുടെ റിലേഷൻ. അതെ. കേരളത്തിലെ മലയാളികളും അവരവരുടെ സന്തോഷമൊക്കെ. എന്തുകൊണ്ടാണ് രാകേഷ് നമ്മൾ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്? വൈ? സോ ഇറ്റ്സ് മോർ അബൌട്ട് നമ്മൾ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ചോദ്യമാണ് ഇതിൽ തുടക്കത്തിലല്ല. അപ്പം നമുക്ക് പല രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ക്രിപ്റ്റോസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് പ്രോപ്പർട്ടിയിലും ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനെങ്കിൽ നിങ്ങളൊരു 3 മെയിൻ റീസൺസ് ആലോചിക്കുകയാണെങ്കിൽ, ഒന്ന് ഓസ്ട്രേലിയൻ പ്രോപ്പർട്ടി മാർക്കറ്റിൻ്റെ ഗ്രോത്ത് തന്നെയാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് അത് ഓൾമോസ്റ്റ് ഒരു 6% ആവറേജ് റേറ്റിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണത്. അപ്പോൾ ആ ഗ്രോയിങ് മാർക്കറ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടാനും മാറിയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മാർക്കറ്റ് ഗ്രോത്തിൻ്റെ ബെനിഫിറ്റ്സ് ആൾക്കാർക്ക് കിട്ടില്ല. നമ്പർ 2, ഇതിൽ ലിവറേജ് ആണ്. നിങ്ങളുടെ അടുത്ത് എത്ര കാശുണ്ടോ അതിൻ്റെ 80 to 90% ലെൻഡ് ചെയ്യാൻ ഓസ്ട്രേലിയയുടെ ബാങ്കുകൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിങ്ങളുടെ ബോറോയിങ് കപ്പാസിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ ലിവറേജ് ചെയ്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെയൊക്കെ തന്നെ നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം, ഇതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രോത്ത് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏൺ ചെയ്യുന്ന ഹാർഡ് ഏൺ മണി വേറെ ഏതെങ്കിലും ഒരു ഗ്രോയിങ് അസറ്റ്സിൽ ഇട്ടുകൊണ്ട് അത് ഗ്രോ ചെയ്യിപ്പിക്കുക. അപ്പം അത് തന്നെയാണ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്.
പിന്നെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലാൻഡ് ഒന്നും ഒരു കാരണവശാലും കൂടുതൽ ഉണ്ടാകുന്നില്ലല്ലോ. പ്രോപ്പർട്ടി ഉണ്ടാകുന്നുണ്ട്, പക്ഷെ ലാൻഡ് ഉണ്ടാകുന്നില്ല. അതെ, വളരെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വീട് എന്ന് പറയുന്നത്. എല്ലാവർക്കും ജീവിക്കാൻ വീട് വേണം. അപ്പോൾ ആ ഒരു വീടിന്റെ ഫണ്ടമെന്റൽ നേച്ചർ തന്നെയാണ് റിയൽ എസ്റ്റേറ്റിനെ വളരെ അധികം ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് വർത്തിനെസ് കാണിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ പേ ചെയ്യുന്ന ടാക്സസ്, റൈറ്റ്, നിങ്ങൾ പേ ചെയ്യുന്ന ടാക്സസും കാര്യങ്ങളും ഒക്കെ അതിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി, മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ again, use the investments in real estate as a lever to minimize your own tax exposure towards ATO and stuff. ഓക്കെ, ഈ വീഡിയോ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് പ്രോപ്പർട്ടി എങ്ങനെ മേടിക്കുന്നതിനെ കുറിച്ചാണ്. ഇത് പല സെക്ഷനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, കാരണം ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ സ്പെഷ്യലായിട്ട് എടുത്ത് പറയുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കുന്നതും ഓണർ ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി മേടിക്കുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ ഇത് ഒരു എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ ഒരു വളരെ നോളജ് ഷെയറിംഗ് സെഷൻ മാത്രമാണ്. ഇതിലൂടെ നമ്മൾ വി ആർ നോട്ട് ഗിവിങ് എനി ഫിനാൻഷ്യൽ അഡ്വൈസ് ടു എനി വൺ ഓഫ് ദം. അതിന് ഞാനും ഗിൽസും നമ്മൾ രണ്ടാളും അതിന് ക്വാളിഫൈഡ് അല്ല. അപ്പോൾ സോ ടേക്ക് ദിസ് ആസ് ഓൺലി ആസ് എ പീസ് ഓഫ് നോളജ് ഓർ സംതിങ്. ഞാൻ എൻ്റെ ബിസിനസ്സിൽ ചെയ്യുന്ന കാര്യങ്ങളും എൻ്റെ ക്ലയൻസിന് വേണ്ടി ചെയ്യുന്ന പ്രോസസ്സും കുറച്ച് വോക്കലായിട്ട് ഗിൽസിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നതല്ല. ഓക്കെ, വെരി ഗുഡ്. പിന്നെ നമ്മൾ വീട് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെ, എങ്ങനെയാണ് നമുക്ക് വീട് മേടിക്കാൻ പറ്റുന്നത്? മെയിൻലി നിങ്ങൾക്ക് വീട് വാങ്ങുക എന്ന് പറയുമ്പോൾ, അങ്ങനെ വീട് വാങ്ങാൻ ഒരു ആഗ്രഹം വരുമ്പോൾ നിങ്ങൾക്ക് മെയിൻലി 2 രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാം. നമ്പർ 1 ഈസ് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. ഈ ഒരു മാർക്കറ്റിനെ കുറിച്ചും ഈ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രോത്തുകളെക്കുറിച്ചും അവിടെ നടക്കാൻ സാധ്യതയുള്ള തെറ്റുകളെക്കുറിച്ചും എല്ലാം ട്രൈ ടു എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് ആൻഡ് ദെൻ മേക്ക് യുവർ മൂവ്. അല്ലെങ്കിൽ നമ്പർ 2 ഈസ് യു കുഡ് ഓൾസോ വർക്ക് വിത്ത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ബയേഴ്സ് ഏജൻറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ബയേഴ്സ് ഏജൻറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ബിഹാഫിൽ പോയിട്ട് വീടുകൾ പർച്ചേസ് ചെയ്യും. ബട്ട് അഗെയിൻ ഓൾ ദ ഡ്യൂ ഡെലിജൻസ്, ദ ഫൈനൽ ഡ്യൂ ഡെലിജൻസ് ആൻഡ് എവറി ഫൈനൽ ഡിസിഷൻ അത് നിങ്ങൾ തന്നെ എടുക്കണം. അതായത് നിങ്ങളുടെ ഒരു ഡിസിഷൻ വേറൊരാൾക്ക് മുന്നോട്ട് വെക്കരുത്. ഇത് തന്നെയാണ് മെയിനായിട്ടുള്ള 2 രീതി. ഇതിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അടുത്തുള്ള ലൈക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിൻ്റെ അടുത്ത് ഒപ്പീനിയൻ വാങ്ങി അവിടെ നിന്ന് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഇഫ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ. ബട്ട് ഇഫ് ദേ ഹാവ് നോട്ട്, ദെൻ avoid taking such advices and recommendations from people around you. അതുപോലെ തന്നെ ചില സർവീസ് പ്രൊവൈഡേഴ്സ് ഹു ആർ ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് ദ സെല്ലേഴ്സ്, സെല്ലിംഗ് ഏജൻസിൻ്റെ അടുത്ത് നിന്ന് അവരുടെ അഡ്വൈസസ് കൂടുതൽ നേടി ഒരു പ്രോപ്പർട്ടി ബൈങ് ഡെസിഷനിലോട്ട് പോകാതിരിക്കുക. കുറേ നല്ല എത്തിക്കൽ ഏജൻസികളുണ്ട്, പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ദേ ആർ ഓൾ വർക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് സെല്ലേഴ്സ്. അവർ നിങ്ങൾക്ക് വേണ്ടിയല്ല ഒരു പണിയെടുക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പത്തെ രാകേഷിൻ്റെ വീഡിയോ ഉണ്ട്, അതെല്ലാവരും ഒന്ന് കാണണം കേട്ടോ, വളരെ നല്ലൊരു വീഡിയോ ആണ്. അതിനകത്ത് രാകേഷ് പ്രത്യേകമായിട്ട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തു, എൻ്റെ ഫണ്ടമെൻ്റലായിട്ട് തോന്നുന്നത്, രാകേഷ് വീട് മേടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഇവരൊരു ലക്ഷ്യം കണ്ടു 10 കൊല്ലം കൊണ്ട് ഇവർക്ക് റിട്ടയർ ആകണമെന്ന്. ആ റിട്ടയർ ആകണമെന്ന് ഇവരൊരു സ്വപ്നത്തിലേക്ക് ചെല്ലുകയും ആ സ്വപ്നം രാകേഷിൻ്റെ വൈഫും തമ്മിൽ ഡിസ്കസ് ചെയ്യുകയും അങ്ങനെ ബേസായിട്ടുള്ള കാര്യങ്ങൾ ഇവർ എഴുതി വെച്ച് അതൊരു എന്താണ് മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതൊരു അങ്ങനെ ചെയ്ത് ആദ്യം നമുക്ക് വേണ്ടത് ലക്ഷ്യമാണ് കേട്ടോ. ആ ലക്ഷ്യത്തിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാകേഷിൻ്റെ ആദ്യത്തെ വീഡിയോ ഒന്ന് കാണണം, വളരെ നല്ലൊരു വീഡിയോ ആണത്. അപ്പോൾ രാകേഷ് ഇതിനകത്ത് പറഞ്ഞ എഡ്യൂക്കേഷനും വരുന്നത് അതിന് ശേഷമാണ്. ലക്ഷ്യമില്ലെങ്കിൽ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് കാര്യം. അപ്പോൾ അത് ഞാൻ കൂട്ടി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇതിനോട് കൂടെ തന്നെ ഇപ്പോൾ ഈ പ്രൊഫഷണലായിട്ടുള്ള ബയേഴ്സ് ഏജൻറ്റ് എന്ന് പറയുന്നത്, അവർ ചില കാര്യങ്ങൾ പല ആൾക്കാരും വളരെ ഡോജിയാന്ന് പറയാറുണ്ട് ഇപ്പോഴും. അത് ശരിയാണോ? കാരണം ഒരുപാട് ന്യൂസുകളുണ്ട് അവരെക്കുറിച്ച്. അവർ പലയിടത്തും കൊണ്ടുപോയി ചാടിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ടീം പറഞ്ഞു അവർക്ക് 4-5 പ്രോപ്പർട്ടി കൂടുതലുണ്ടായിരുന്നു. അപ്പം അത് മുഴുവൻ വിൽക്കേണ്ടി വന്നു. ഫിനാൻഷ്യലി അവർക്കൊരു പണി കിട്ടിയെന്ന് പറഞ്ഞ് അവർ പലയിടത്തും കൊണ്ടുപോയി എന്താ പറയുന്നത് അപ്പാർട്ട്മെൻറ്റ്സുകളിൽ യൂണിറ്റ്സുകളിലൊക്കെയാണ് കൊണ്ട് മേടിച്ചത് എപ്പോഴാണ് മേടിച്ചത്? ഒരു 8-10 കൊല്ലങ്ങൾക്ക് മുമ്പ് മേടിപ്പിച്ച കാര്യം പറയുന്നത്. മേടിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ റിട്ടേൺ ഉണ്ടായിരുന്നു. പക്ഷേ പലതും ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2-3 കൊല്ലത്തിനകത്ത് വിറ്റത് മുഴുവൻ ലോസിൽ വിൽക്കേണ്ടി വന്നു. വളരെ ഡിസാസ്റ്ററാണ്. അതും ബയേഴ്സ് ഏജൻറ്റ് ത്രൂ ചെന്ന് ചെയ്തതാണ്. അതെ. അപ്പോൾ എന്താണ് നമ്മൾ കോഷ്യസ് ആയിട്ടിരിക്കേണ്ടത് ഒരു ബയേഴ്സ് ഏജൻറ്റ്? അപ്പോൾ ഈ മാർക്കറ്റിൽ ഒരുപാട് തരത്തിലുള്ള ബയേഴ്സ് ഏജൻസിനെ നിങ്ങൾ കാണാൻ പറ്റും. അതിലൊന്ന് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ബയേഴ്സ് ഏജൻസിൻ്റെ കാര്യമെന്ന് പറയുന്നത്, ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ് എന്ന് പറഞ്ഞിട്ട്
ഓൾറെഡി ന്യൂ ആയിട്ടുള്ള ഒന്നുകിൽ ന്യൂ ആയിട്ടുള്ള ഒരു ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജസ് അല്ലെങ്കിൽ ന്യൂ അപ്പാർട്ട്മെന്റ്സ് ന്യൂ യൂണിറ്റ്സ് സെല്ല് ചെയ്യുന്ന അഡ്വൈസേഴ്സ് ഉണ്ട്. ആൻഡ് ഫ്യൂ ഓഫ് ദം ആർ റിയലി ഗുഡ്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രീഡം പ്രോപ്പർട്ടി ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ബിസിനസ് തന്നെയാണ് അവരുടെ. പക്ഷേ ഇതിൻ്റെ ബാക്ക് എൻഡിൽ ദേ ഓൾസോ ഗെറ്റ് മോണിറ്റൈസ്ഡ് ബൈ ദ ഡെവലപ്പർ ഓർ ദ സെല്ലർ. അങ്ങനെ വരാൻ നേരത്ത് നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റുകളല്ല ആ ബിസിനസ്സിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ അപ്പാർട്ട്മെൻറ്റ് സെല്ല് ചെയ്ത് പോകണം, എങ്കിലേ ആ ബിസിനസ് അവിടെ റൺ ചെയ്യുള്ളൂ. അപ്പം നിങ്ങളല്ല പ്രയോറിറ്റി, ആ അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ സെല്ല് ചെയ്യുന്ന സ്റ്റോക്കാണ് പ്രയോറിറ്റി. ഒരു പ്രൊഫഷണൽ അഡ്വൈസ് എടുക്കുമ്പോൾ അങ്ങനത്തെ ഏരിയകളിൽ നിന്ന് മാറി നിൽക്കുക. യു ക്യാൻ സ്റ്റിൽ ഗോ ആഡ് ആൻഡ് അപ്രോച്ച് ദം, ബട്ട് പ്രൊവൈഡഡ് യു ഹാവ് സം പ്രൊഫഷണൽ ടു റെപ്രസെൻറ്റ് യു. നിങ്ങളെ ഒരു പ്രൊഫഷണൽ റെപ്രസെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരുടെ കൂടെയൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാം. അത് ഒഴിവാക്കുക. നമ്പർ 2 എന്ന് പറയുന്നത് ഫ്രം എ ബയേഴ്സ് ഏജൻസി സൈഡ് ആസ് വെൽ ദർ ആർ ഫ്യൂ ബയേഴ്സ് ഏജൻസ് ഹു പ്രോബബ്ലി ടേക്ക് ഒരു ഇനോർമസ് എമൗണ്ട് ഓഫ് വോളിയം. അതായത് ഒരു 100, 200, 300 ക്ലയൻസിനെയൊക്കെ മാസം സെർവ് ചെയ്യുന്ന ബയേഴ്സ് ഏജൻസ് ഉണ്ട്. ചിലവരൊക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ചില ബയേഴ്സ് ഏജൻസിനെ നിങ്ങളത് സൂക്ഷിക്കണം. അത് നിങ്ങളുടെ ഡ്യൂ ഡെലിജൻസ് റെസ്പോൺസിബിലിറ്റി തന്നെയാണ്, അവരത് എങ്ങനെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. കാരണം ഒരു ദിവസം 1, 2, 3 പ്രോപ്പർട്ടീസ് വാങ്ങുക എന്ന് പറയുന്നത് അത്ര ഒരു വലിയ ടീമും അത്ര കറക്റ്റായിട്ടുള്ള സിസ്റ്റംസും ടെക്നോളജി ഇല്ല എന്നുണ്ടെങ്കിൽ എഫിഷ്യൻ്റ് ആവില്ല. അപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് വെറും ഒരു നമ്പറായി മാത്രം മാറും. ഇങ്ങനെയുള്ള ബയേഴ്സ് ഏജൻസ് ഒഴിവാക്കുക. ബാക്കി വേറെ കുറേ നല്ല ബയേഴ്സ് ഏജൻസ് നമ്മുടെ മാർക്കറ്റിലുണ്ട്. നിങ്ങൾക്ക് നല്ല സർവീസ് തരുന്ന, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് കണ്ട് നിങ്ങൾക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്ത് വാങ്ങുന്ന ഒരുപാട് ബയേഴ്സ് ഏജൻസ് മാർക്കറ്റിലുണ്ട്. അവരെ ഇവാലുവേറ്റ് ചെയ്ത് ആരാണോ സ്യൂട്ടബിൾ എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് വാങ്ങും. നമ്മുടെ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വന്നാൽ നമുക്കൊരു സ്ട്രാറ്റജി വേണം. അതിപ്പോൾ നമ്മൾ ആരുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്താണ് എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്? അതെ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഒരു പ്രോപ്പർട്ടി ബൈയിങ് സ്റ്റേജസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ എന്നെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുമ്പോഴും നമ്മളോട് കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അപ്രോച്ച്. അപ്പോൾ എൻ്റെ ഒരു അപ്രോച്ച് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ പറയുക, ഇങ്ങനെ ഒരു കുറച്ച് സെഷൻസ് ആയിട്ട് നമ്മൾ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിൽ നമ്പർ 1, നിങ്ങളിതെല്ലാം നിങ്ങളുടെ റീസൺ വൈ ക്ലിയർ ആണ്, നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ, നമ്പർ 1 ഫോർ യു ടു ഡു ഇസ് ഗെറ്റ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ക്ലിയർലി മെയ്ഡ്. ദാറ്റ് ഈസ് നമ്പർ 1. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി പല രീതിയിൽ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. ഒന്ന്, ഏത് പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങണം, എത്ര റെൻ്റൽ ഈൽഡ് ഇതിന് കിട്ടണം. നമ്പർ 3, നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗ്രോത്ത് ആണോ നിങ്ങൾ ചേസ് ചെയ്യുന്നത്, ക്യാഷ് ഫ്ലോ ആണോ ചേസ് ചെയ്യുന്നത്, അതല്ല ഇതിൻ്റെ ഒരു ബാലൻസ് ആണോ ചേസ് ചെയ്യുന്നത്, എങ്ങനെ അത് ബാലൻസ് ആക്കണം. നിങ്ങൾക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ആക്റ്റീവായി ഇറങ്ങി എന്തെങ്കിലും ഒരു സബ് ഡിവിഷനോ ഡെവലപ്മെൻറ്റ്സോ ചെയ്യണോ, അതല്ല പാസീവായി മാറിയിരുന്നു കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി അതിൻ്റേതായ രീതിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ അടുത്തൊരു 10-15 വർഷത്തേക്കുള്ളൊരു സ്ട്രാറ്റജിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ എത്ര കാലം ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, 5 വർഷത്തേക്കാണോ 10 വർഷത്തേക്കാണോ എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ ടീമിൻ്റെ കൂടെ വേണം ഈ സാധനം ബിൽഡ് ചെയ്യാൻ. അതിലെ മെയിൻ ആളാണ് ഒരു മോർട്ട്ഗേജ് ബ്രോക്കർ എന്ന് പറയുന്നത്. ഒരു മോർട്ട്ഗേജ് ബ്രോക്കറുടെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് എത്ര ബോറോയിങ് കിട്ടും, നിങ്ങളുടെ സർവീസബിലിറ്റി എന്താണ്, നിങ്ങൾക്ക് എത്ര നിങ്ങളുടെ ഫാമിലി ഇൻകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കാം എന്നൊക്കെയുള്ള ഒരു ഡിസ്കഷൻ അവരുടെ കൂടെ ആദ്യം നടത്തുക. അതാണ് സ്റ്റെപ്പ് നമ്പർ 1. ആൻഡ് ഓപ്ഷണലി യു കുഡ് ഓൾസോ ലുക്ക് ഇൻ ടു ഒരു ഫിനാൻഷ്യൽ പ്ലാനർ. നിങ്ങളുടെ ടാക്സ് ആൻഡ് അക്കൗണ്ടിങ് കാര്യങ്ങളെ നോക്കാം. നിങ്ങൾ എത്രത്തോളം ടാക്സ് കൊടുക്കുന്നു, ടാക്സ് സേവ് ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ട് നിങ്ങൾക്കിത് നോക്കാമോ. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഇൻഷുറൻസും കാര്യങ്ങളും ഉണ്ടോ, നിങ്ങൾക്കൊരു ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻകം പ്രൊട്ടക്ഷൻ പ്ലാൻ ഉണ്ടോ. അതായത് ബേസിക് കാര്യങ്ങളെല്ലാം തീർത്തതിന് ശേഷം ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിലോട്ടൊക്കെ ഇറങ്ങുക. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് വളരെ ക്ലിയർ ആക്കി എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നീട് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ഹെൽപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരും. എല്ലാവർക്കും പേഴ്സണൽ നെയിമിലായിരിക്കണം എന്നില്ല പ്രോപ്പർട്ടി വാങ്ങുന്നത്. ചിലപ്പോൾ നിങ്ങളൊരു ട്രസ്റ്റ് സ്ട്രക്ചറിലായിരിക്കും വാങ്ങുന്നത്, അല്ലെങ്കിൽ SMSFലായിരിക്കും വാങ്ങുന്നത്. അപ്പോൾ ഒരു നല്ലൊരു അക്കൗണ്ടൻറ്റ് ഈ സ്ട്രക്ചറുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതും കൂടാതെ 4ാമത് ഒരു ബയേഴ്സ് ഏജൻറ്റ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ അതിൻ്റെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനും, നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി, നേരത്തെ പറഞ്ഞ പ്രൈസ് പോയിന്റ്, റെൻ്റൽ ഈൽഡ്, അല്ലെങ്കിൽ യുവർ ആക്റ്റീവ്നെസ് ഇൻ ദ മാർക്കറ്റ്, ഇതെല്ലാം ബിൽഡ് ചെയ്യാൻ ഒരു ബയേഴ്സ് ഏജൻറ്റ് സഹായിക്കും. അങ്ങനെ ഒരു ടീം നിങ്ങളുടെ കൂടെ വേണം നിങ്ങൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ.
പലപ്പോഴും നല്ലത് ഒരാൾ സെൻട്രലായിട്ട് നിന്ന് ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ ഏറ്റവും ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഡെപ്പോസിറ്റ് പൈസ വേണം. ഈ പൈസ നമുക്ക് എങ്ങനെ റേസ് ചെയ്യാൻ പറ്റും? പല മെത്തേഡുകളുണ്ടോ? ഏതൊക്കെ മെത്തേഡാണ് സാധാരണ നിങ്ങളുടെ ബൈയിങ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്? അതെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഡെപ്പോസിറ്റ് ബിൽഡിംഗ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു അടുത്ത 6 മാസത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ ഒരു 50,000 അല്ലെങ്കിൽ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ലെറ്റ്സ് സേ 12 മന്ത്സിൻ്റെ ടൈം ലൈൻ എടുക്കുക. റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ലൈൻ വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചില എക്സ്പെൻസസ് കട്ട് ചെയ്യേണ്ടി വരും. ആഴ്ചയിൽ പോകുന്ന എന്താ പറയുക, ഒരു വീക്കെൻഡ് ഔട്ടിങ്ങോ അല്ലെങ്കിൽ ഒരു ഫോറിൻ വെക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ സാധനങ്ങൾ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്ത് ആ ഒരു ഫണ്ട് ഈ ഡെപ്പോസിറ്റിലോട്ട് മാറ്റി ഈ ഡെപ്പോസിറ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും വേഗം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മാർക്കറ്റിലോട്ട് ഇറങ്ങാം. ഇതേ ഉള്ളൂ. അതായത് നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റില്ല. രാകേഷ് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോളിഡേയ്സിന് പോകാനായിട്ട് എല്ലാവർക്കും താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും എമർജൻസി കേസുകളെല്ലാം നമ്മൾ പോകണം. അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം കേട്ടോ, വേണമെന്നില്ല. പക്ഷേ നമുക്ക് ഈ കൊല്ലം നമ്മൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം അത് മാറ്റി അടുത്ത കൊല്ലത്തൊക്കെ ആക്കിയും ഈ കൊല്ലം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കുന്നതായിരിക്കും ഒരു പക്ഷേ നല്ലത്. അല്ലാതെ നമ്മൾ ഇന്ന് തന്നെ ഹോളിഡേയ്സിന് പോവുകയും നാളെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കുക എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നേരെ ഓപ്പോസിറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള, നമ്മൾ പറയും ലൈഫ് പെട്ടെന്ന് തീർന്നു പോകും, ലൈഫ് ഇന്നേ ഉള്ളൂ, നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മൾ തീർന്നു പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ആദ്യം എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത്, എൻജോയ്മെൻറ്റ് നമ്മൾ തന്നെ തീരുമാനിക്കുന്നതാണ് നമ്മുടെ എൻജോയ്മെൻറ്റ് എന്താണെന്നുള്ളത്, അല്ലേ? എല്ലാ ദിവസവും നമുക്ക് ചെയ്യുന്ന എന്ത് പ്രവൃത്തി നമുക്ക് എൻജോയ്മെൻ്റ് ആയിട്ട് എടുക്കാം. ഇപ്പം ഒരാളൊരു വീട് മേടിക്കുന്നത്, ആ വീട് മേടിക്കുന്ന ആ പ്രോസസ്സ് വളരെ എൻജോയ്മെൻ്റ് ആയിട്ടുള്ളതാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട ചെയ്യുന്നത്, അല്ലേ? അതേപോലെ തന്നെ ചില ആൾക്കാർ സ്വിമ്മിംഗ് പൂളിൽ പോകുന്നത് അതൊരു വളരെ എൻജോയ്മെൻ്റ് ആണ്. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം വെള്ളം തൊടുന്നതേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നമുക്ക് തന്നെ തീരുമാനിക്കാവുന്ന കേസേ ഉള്ളൂ. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ജസ്റ്റ് സോറി, ഞാനൊന്ന് ആഡ് ചെയ്യാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, അത് നമുക്ക് വളരെ നമ്മുടെ ഉള്ളിലോട്ട് ബിൽഡ് ചെയ്യാവുന്ന ഒരു ബിഹേവിയറാണ് നമ്മുടെ ഉള്ളിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ പോവാണ്, വർക്കൗട്ട് ചെയ്യാൻ പോവാണ്, ബോഡി ബിൽഡ് ചെയ്യണം. നമുക്ക് പെട്ടെന്നൊരു ഐസ്ക്രീം കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും. പക്ഷേ നമ്മുടെ ടെംപ്റ്റേഷനെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്ത് അത് വേണ്ട എന്ന് മാറ്റി വെക്കുമ്പോൾ ഉണ്ടാവുന്ന നമുക്ക് ലോങ് ടേമിൽ അങ്ങനെ ഒരു വർഷം നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്ത് നമ്മൾ ചില ഹാപ്പിനെസ്സുകൾ അച്ചീവ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ സന്തോഷവും അതിൻ്റെ ബ്യൂട്ടിയും ഒക്കെ കുറച്ചും കൂടി കൂടുതൽ നേരം നിലനിൽക്കും. ഇറ്റ്സ് മോർ സസ്റ്റൈനബിൾ റാദർ ദാൻ ദാറ്റ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് മേടിക്കുന്നതിനെ കുറിച്ചാണ് ഈ സെക്ഷൻസ് എല്ലാം പോകുന്നത്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തത് വൈ ടു ഇൻവെസ്റ്റ് ഇൻ പ്രോപ്പർട്ടി, അതേപോലെ തന്നെ ഹൗ ടു ബൈ എ പ്രോപ്പർട്ടി. നമുക്ക് സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യാം. അതിനായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഡാറ്റയും കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. കുറച്ച് സമയം നമ്മൾ ഇൻട്രസ്റ്റോട് കൂടി സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ട സ്ട്രാറ്റജി നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം, ആരെയൊക്കെ കോൺടാക്റ്റ് ചെയ്യണം, നമുക്ക് തന്നെ എഡ്യൂക്കേറ്റ് ചെയ്താൽ മതിയോ അതോ നമുക്ക് അക്കൗണ്ടൻറ്റുമായിട്ട് കോൺടാക്ട് ചെയ്യണം, ബയേഴ്സ് ഏജൻറ്റ് രാകേഷിനെ പോലെയുള്ള ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർക്കും വേറൊരു ടീം കാണാം, അവരും ഓൾറെഡി ടീം ബിൽഡ് ചെയ്യുന്ന കാണും, അവരെ ചുറ്റുമുള്ളവരുമായിട്ട്. രാകേഷിൻ്റെ ഒരു മെയിൻ ഫോക്കസ് മിഷനായിട്ട് രാകേഷ് എടുത്തിരിക്കുന്നത് 100 മലയാളി ഫാമിലീസിനെ ഒരു 10 കൊല്ലം കൊണ്ട്, അതായത് ഓരോരുത്തരും 10 കൊല്ലം കേട്ടോ, അല്ല ഇന്ന് മുതൽ 10 കൊല്ലം കൊണ്ടല്ല, 10 കൊല്ലം കൊണ്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് രാകേഷ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ട സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് തന്നെയുണ്ട് രാകേഷിന്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ അതിൻ്റെ അകത്തുണ്ട്, ലോയേഴ്സ് ഉണ്ട്, പല ആൾക്കാരും ഉണ്ട്. ഇതിന് ശേഷം വേറെ സെക്ഷനുകൾ വരുന്നതാണ്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ ഷോർട്ട് വീഡിയോയിൽ വളരെ ബ്രീഫായിട്ടും സമറൈസ് ചെയ്തിട്ടുമാണ് ഈ ടോപ്പിക്കുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ബി ഹാപ്പി ടു ചാറ്റ് മോർ. കാരണം ഞാനിത് ഒരുപാട് പേരെ എൻ്റെ ഈ ഒരു ജേർണിയിൽ ഞാൻ കാണുന്നതാണ്. പീപ്പിൾ വാണ്ട് ടു ഇൻവെസ്റ്റ് ബട്ട് ദേ ഡോണ്ട് നോ വാട്ട് ദ റൈറ്റ് സ്റ്റെപ്പ് ടു ഡു, റൈറ്റ്? അപ്പോൾ ആ ഒരു ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ. സെക്കൻഡ് ഈസ് എൻ്റെ ആ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഞാൻ റൺ ചെയ്യുന്നുണ്ട്, ബൈ
ബൈ ഇറ്റ് യുവർ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ് എന്നുള്ള പേരിൽ ഞാൻ ഗിൽസിൻ്റെ അടുത്ത് ഫേസ്ബുക്കിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നടക്കുന്ന ചില എന്താ പറയുക മാർക്കറ്റ് ഗ്രോത്ത് അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ ചില എങ്ങനത്തെ സിറ്റുവേഷനുകളാണ് ചില ഇൻവെസ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്നത്, അതുപോലുള്ള ചില റിയൽ ടൈം സ്റ്റോറീസ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ചെറിയ ഡിസ്കൗണ്ട് എന്നല്ല പറയുന്നത്, എന്നാ പറയുന്നത് ഒരു സ്പെഷ്യലായിട്ട് ഒരു വിക്ടോറിയാണ് ഇപ്പോൾ ഒരു ബൂമിങ് സ്പേസ് ആയിട്ട് പറയുന്നത്. ഒരു 5 സബർബ്സിൻ്റെ പേര് പറയാൻ പറ്റുമോ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇത് കഴിഞ്ഞ പ്രാവശ്യം ഗിൽസി വെച്ച ചോദ്യം തന്നെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ആൾക്കാർ സെർച്ച് ചെയ്യുന്നൊരു ഇതാണ്. കറക്റ്റ്. അപ്പോൾ നിങ്ങൾ വിക്ടോറിയ മാത്രമല്ല, ദർ ആർ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് വേർ ദി ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആർ ഗ്രേറ്റ്. അപ്പോൾ വിക്ടോറിയയുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ റീജിയണൽ വിക്ടോറിയ, ബെൻഡിഗോ, ബെലാറഡ്, ജിലോങ്, ഇത് 3 ഗ്രേറ്റ് ലൊക്കേഷൻസ് ആണ്. അപ്പോൾ ബെൻഡിഗോയിൻ്റെ ഗ്രോത്ത് കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. നൗ ഇറ്റ് ഈസ് നൗ ഫോളോഡ് ബൈ ജിലോങ് ആൻഡ് ബെലാറട്ട് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് വാർമിംഗ് അപ്പ്. ദാറ്റ് വിൽ ഓൾസോ കണ്ടിന്യൂ ടു മൂവ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു LGA ഒരു വളരെ സ്പെസിഫിക് ആയി ജനറിക് ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഈ ഒരു ജിലോങ് എന്ന് പറഞ്ഞൊരു ഏരിയ മാത്രം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 10-20% ലൊക്കേഷൻസേ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള 80% ലൊക്കേഷൻസ് അവോയ്ഡ് ചെയ്യേണ്ട ലൊക്കേഷൻസ് ആണ്. എയ്തർ ബിക്കോസ് ഓഫ് എന്താ പറയുക ഹയർ സപ്ലൈ ഓർ ബിക്കോസ് അവിടുത്തെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് കുറവാണ്, മോശം ഏരിയാസ് ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂ ഡെലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്കത് വേറെ അടുത്ത വീഡിയോസിൽ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പ്രോപ്പർട്ടി മേടിക്കാനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഒരു ഏർലി റിട്ടയർമെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് റിയൽ എസ്റ്റേറ്റിലൂടെ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിലൂടെങ്കിൽ രാകേഷിനെ തീർച്ചയായിട്ടും വിളിക്കണം. അദ്ദേഹം വളരെ നല്ലൊരു വൈസ് ഏജൻ്റാണെന്നാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഗിൽസ്. താങ്ക് യു.